ഹായ്, നമുക്ക് കഴിഞ്ഞ 2 എപ്പിസോഡിൻ്റെ കഥ ഒന്ന് ചുരുക്കി കേട്ടാലോ? സച്ചി സുധിയുടെ മുൻ കാമുകി കാനഡയിൽ നിന്നും വന്നപ്പോൾ പരിചയപ്പെടുകയും ബ്യൂട്ടി പാർലറിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുചെന്നാക്കുകയും ചെയ്യുന്നു. ശ്രുതിക്ക് നീലിമയെ മനസ്സിലായി. പഴയ ഫോട്ടോ കണ്ടതിൻ്റെ ഓർമ്മ അവളുടെ മനസ്സിലെത്തുകയും സുധിയെ വിളിച്ചു വരുത്തി അവളെ പോലീസ് സ്റ്റേഷനിലാക്കുകയും ചെയ്യുന്നു. അവിടെ വെച്ച് 50 ലക്ഷം രൂപ എന്നെ പറ്റിച്ചെന്നും എന്നാൽ നാളിതുവരെ തിരിച്ചു തരാതെ ഇവൾ കാനഡയിൽ പോയി വലിയ ബിസിനസ് ആ പണം ഉപയോഗിച്ച് ബിസിനസ് തുടങ്ങുകയും ഇപ്പോൾ നാട്ടിലും അവിടെയുമായി വസ്തുക്കൾ വാങ്ങിക്കൂട്ടുകയും ചെയ്യുന്നതായിട്ടും അതിനാൽ എൻ്റെ 50 ലക്ഷം രൂപ തിരിച്ചു തരണമെന്നും സുധി ആവശ്യപ്പെടുന്നു. ഇത് ആദ്യം നീലിമ സമ്മതിച്ചില്ല എങ്കിലും അഡ്വക്കേറ്റ് അവരെ ഉപദേശിക്കുന്നു. നിങ്ങൾക്ക് നാളെ കാനഡയ്ക്ക് തിരിച്ചു പോകണമെങ്കിൽ ഈ തുക തിരികെ കൊടുക്കുന്നതാണ് നല്ലതെന്ന് ഉപദേശിക്കുന്നു. അങ്ങനെ 50 ലക്ഷം രൂപ കൊടുക്കാമെന്ന് സമ്മതിക്കുന്നു. പക്ഷേ സുധി സമ്മതിച്ചെങ്കിലും ശ്രുതി പറയുന്നു ഈ പൈസ ഉപയോഗിച്ചാണ് അവർ ധാരാളം ധനമുണ്ടാക്കിയതെന്നും ചെറിയൊരു പലിശ ബാങ്ക് പലിശ കണക്കാക്കി ഒരു 3 ലക്ഷം രൂപ കൂടെ തിരിച്ചു തരണമെന്നും ആവശ്യപ്പെടുന്നു. ആദ്യം സമ്മതിച്ചില്ല എങ്കിലും അഡ്വക്കേറ്റ് പറയുന്നു ശരി 53 ലക്ഷയ്ക്ക് നമുക്ക് കരാർ ഉറപ്പിക്കാം എന്ന് പറഞ്ഞ് കേസ് പിൻവലിക്കാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ ശ്രുതി സമ്മതിക്കുന്നില്ല. ആദ്യം സുധിയുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരട്ടെ, എന്നിട്ട് കേസ് പിൻവലിക്കാമെന്ന് പറയുന്നു. അവസാനം നിവർത്തിയില്ലാതെ നീലിമ 53 ലക്ഷം പലിശ സഹിതം സുധിയുടെ അക്കൗണ്ടിലേക്ക് അയക്കുന്നു. ഇതിനിടയിൽ രേവതിയുടെ സ്കൂട്ടർ പാർക്ക് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലത്ത് നോ പാർക്കിംഗ് എന്ന് എഴുതിയത് കാണാതെ അവിടെ പാർക്ക് ചെയ്തു. ഇത് പോലീസ് കാണുകയും എടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ രേവതിയും സജിയും പോലീസ് സ്റ്റേഷനിലെത്തുന്നു. പക്ഷേ ശ്രുതിയെയും സജിയോ രേവതിയോ കാണുന്നില്ല. സജിയെ അറിയാവുന്ന ഒരു പോലീസുകാരൻ നീലിമയെ വിളിച്ച് പുറത്തു കൊണ്ടുവന്നിട്ട് രൂപ ശ്രുതി കൈപ്പറ്റിയതിന് ഒരു സാക്ഷിയായി ഒപ്പിടാൻ പറയുന്നു. പക്ഷേ രൂപ കൊടുത്തോന്നും സജി അറിയുന്നതേയില്ല, വായിച്ചും നോക്കുന്നില്ല. ഒഴിഞ്ഞു മാറിയെങ്കിലും പോലീസുകാരൻ നീലിമയെ റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് എന്താണെന്നറിയാതെ സജി ഒപ്പിടുന്നു. ശ്രുതിയും വളരെയധികം ആഹ്ലാദിച്ച് കൈകോർത്ത് മുഖത്തോട് മുഖം നോക്കി സന്തോഷിച്ച് തിരിച്ച് പുറത്തേക്ക് വരുന്നു. 53 ലക്ഷം രൂപ പ്രതീക്ഷിക്കാതെ കിട്ടിയെന്നുള്ള സന്തോഷത്തിൽ ഇനി അടുത്ത് എന്ത് കുരുട്ടുബുദ്ധി പ്രയോഗിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങ് പുറത്തേക്ക് വരികയാണ്. നീലിമ അവരെ കാത്തു നിൽക്കുന്നു. അതോടെ ഇന്ന് ശനിയാഴ്ചത്തെ എപ്പിസോഡ് കഴിയുന്നു. നമുക്ക് ഇന്നത്തേത് ഉടനെ നാളെ കാണാം.